വളരെ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ നേരിട്ടു. എനിക്കുണ്ടായിരുന്ന ലോറി ഒരെണ്ണം നഷ്ടപ്പെട്ടു. അതേപോലെ ഇഷ്ടിച്ചൂള ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. വീണ്ടും ഉണ്ടായിരുന്ന ഒരു ലോറിയാണ്. അതിൻ്റെ വരുമാനം ലക്ഷങ്ങൾ കടം ആയതുകൊണ്ട് പലചരക്കട അങ്ങനെ എവിടെയൊക്കെ കടം മേടിക്കാൻ പറ്റുമോ ആ മേഖലയിലൊക്കെ കടമായിത്തീർന്നത് കൊണ്ട് ഇരിക്കുന്ന വീടിന് ലക്ഷങ്ങളുടെ ബാധ്യത. സ്വന്തമായി നേടിയതെല്ലാം എല്ലാം ഒന്നൊന്നായിട്ട് സാഹചര്യത്തിൽ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ നിരാശനായി തീർന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, മോനും മോളും, അവർ 2 പേരും അവർ കുഞ്ഞുങ്ങളാണ്. അവരുമായിട്ട് ഒരുമിച്ച് 95-ൽ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച് രാത്രിയിൽ. ഇവിടെയാണ് ദൈവവചനത്തിൽ പറയുന്ന ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിലേക്ക് വേഗം ഓടിയെത്തുന്നത്. ഒരു കാലത്ത് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി, അതേ അധ്വാനത്തിനിടയിൽ ഉണ്ടാക്കിയ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. വേദപുസ്തകം പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ജീവിതത്തിൽ അങ്ങനെ ഒരു പാഠം പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അങ്ങനെ പാഠം പഠിക്കുക തന്നെയല്ല, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പലപ്പോഴും ശ്രമിച്ചു. എന്നാൽ ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം 2 ദൈവദാസന്മാർ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. 1 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി ഓട്ടം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരും. ആ വീട്ടിൽ വരുമ്പോൾ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്രോളോ ഡീസലോ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തി. അതിൻ്റെ കാരണം വീട്ടിൽ സമാധാനമില്ലാതായിത്തീർന്നു. എപ്പോഴും എനിക്ക് വളരെ ദേഷ്യം. എൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടെ ചോറൊക്കെ കൊണ്ടുവച്ചാൽ അതെടുത്ത് എറിയും. ഒരു മാനസിക രോഗിയുടെ ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുവാനായിട്ട് ഇടയായി. അതിൻ്റെ ഒപ്പം വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ, കറി കൊണ്ടുവന്നില്ലെങ്കിൽ എപ്പോഴും ദേഷ്യം, ഭയങ്കര ക്ഷോഭം വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കാരണം എൻ്റെ ശരീരം എനിക്ക് നടക്കാനായിട്ട് കഴിയുന്നില്ല. 2 കാലിന് ബലക്ഷയം കൊണ്ട് എനിക്ക് സ്കൂട്ടർ ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റെയർ കേസ് കയറാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വളരെ 2 വർഷമായിട്ടും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചറിവായപ്പോൾ എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടുവാനായിട്ട് വളരെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ചെറുപ്രായം തൊട്ട് അധ്വാനിച്ച് ഇത്രയും നല്ല നിലയിലേക്ക് എത്തി, എന്നാൽ ഇപ്പോൾ മുൻപോട്ട് പോകുവാനായിട്ട് എനിക്ക് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ എന്നെ വളരെയധികം ഭാരപ്പെടുത്തി. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ പള്ളികളിലും നേർച്ചകളിലും വഴിപാടുകളിലും ഒക്കെ ഞങ്ങൾ നിന്ന പശ്ചാത്തലത്തിൽ അത് വിശ്വസിച്ച് അതിൻ്റെ പുറകെയൊക്കെ പോകുമായിരുന്നു. പുണ്യസ്ഥലങ്ങളിലും തീർത്ഥകേന്ദ്രങ്ങളിലൊക്കെ അവിടെ പോവുകയും അവിടെ വഴിപാടുകൾ നേരുകയും മെഴുകുതിരി കത്തിക്കുകയും അവിടെ കൊടുക്കേണ്ട വഴിപാടുകൾ ഒക്കെ അർപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും മനസ്സിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. ഒന്നിനും മാറ്റം വരുത്തിയില്ല. ജീവിതത്തിൽ ഭക്ഷണമില്ലെങ്കിലും സമാധാനം ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഭക്ഷണമില്ലെങ്കിൽ ഒരു നേരം നമുക്ക് കിടന്നുറങ്ങാം, സമാധാനമില്ലെങ്കിൽ ഒരു നേരം കിടന്നുറങ്ങാനായിട്ട്, ഒരു രാത്രി കിടന്നുറങ്ങാനായിട്ട് കഴിയില്ല എന്ന് എനിക്ക് അതിൽ കൂടെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് പറയാനുള്ളൊരു പ്രധാന ദൂതാണത്. ഇന്ന് ധാരാളം ഭക്ഷണം കഴിച്ച് ഭക്ഷണങ്ങൾ അവശേഷിപ്പിച്ച് ബാക്കി വയ്ക്കുന്ന ആളുകൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലും നല്ല കിടക്കയുണ്ടെങ്കിലും രാത്രിയിൽ ഉറക്കമില്ലാത്ത സാഹചര്യം. തൻ്റെ അനുഭവത്തിൽ നിന്നും സാജൻ മാസ്റ്റർ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: ഭക്ഷണത്തെക്കാൾ പ്രധാനം സമാധാനമാണ്. സമാധാനമുള്ളവന് ഭക്ഷണമില്ലെങ്കിലും സന്തോഷമാണ്. ജീവിതത്തിൽ സമാധാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് മാസ്റ്റർ തിരിച്ചറിഞ്ഞു. തുടർന്നാണ് സമാധാനമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എന്നാൽ ദൈവം എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്ക് പരിചയമില്ലാത്ത ഒരു ദൈവദാസനും ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് അല്പമായി പരിചയമുള്ള ഒരു ദൈവദാസനും എൻ്റെ വീട്ടിലേക്ക് അവർ 2 കൂടെ കടന്നു വന്നു. അവരുമായി ഞാൻ സംസാരിച്ചിരുന്നു. കുറേ സമയം സംസാരിച്ചപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ വാക്കാണ് ഇന്ന് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് അവസരം തന്നത്. ആ സ്നേഹിക്കുന്ന ദൈവത്തെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് അവസരം തന്നു. അന്ന് മുതൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട്
മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹമുണ്ടായി. ചെറുപ്രായങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമെങ്കിലും വേദപുസ്തകം വായിക്കുമെങ്കിലും അതിൻ്റെ വേണ്ട വിധത്തിൽ തിരിച്ചറിവില്ലാതെ അതെങ്ങനെയൊക്കെയോ ഒരു വെറുതെ ഇങ്ങനെ മണിക്കൂറുകൾ അത് ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അതിൻ്റെ അർത്ഥങ്ങളോ ഒന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നിലുണ്ടായിരുന്നില്ല. എനിക്ക് തിരിച്ചറിവ് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നില്ല. ക്രിസ്ത്യാനി എന്ന നിലയിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ക്രിസ്തുവിനോട് ബന്ധമില്ലാതെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ നിരാശപ്പെട്ട ഒരു സാഹചര്യം. കാരണം ഞാൻ ഭയങ്കര പള്ളി ഭക്തനായിരുന്നു. പള്ളിയിൽ കൃത്യമായിട്ട് പോകും, മാക്സിമം ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും. അവിടെ പോയി വളരെ ഭക്തിയോടെ അവിടെ നിൽക്കും. പള്ളിയിലെ എൻ്റെ ഭാര്യ സഹോദരി അവിടെ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ വീട് പുതുതായിട്ട് പണിതപ്പം അവിടുത്തെ ബിഷപ്പ് തിരുമേനിനെയാണ് വിളിച്ചു കൊണ്ടുവന്ന് വീട് വെഞ്ചരിപ്പ് വരെ ചെയ്ത്. അത്രയും പള്ളിയുമായിട്ട് ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ നിന്ന് ഉള്ളൊരു സത്യാവസ്ഥ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇവരെ ഒന്ന് ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അറിയാനുള്ള താല്പര്യമുണ്ടായി. അതെ, കൂടുതൽ തിരുവചനത്തിലേക്ക് പഠിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നെ അപ്പോൾ വേദപുസ്തകം വീട്ടിലുണ്ടോ? ഉണ്ട്. വേദപുസ്തകം ഒരു അലങ്കാര വസ്തുവായിരുന്നു. വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വല്ലപ്പോഴും സങ്കീർത്തന ഭാഗം വായിക്കും. അതിൽ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ചെറുപ്രായത്തിലൊക്കെ സൺഡേ സ്കൂളൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ക്രിസ്തീയ പാട്ടുകളൊക്കെ ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട് എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് തുടർന്നുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? കർത്താവിൻ്റെ ദാസൻ ജോയി പാറയ്ക്കൽ എന്ന് പറയുന്ന ദൈവദാസനാണ് അന്ന് അവിടെ വന്നത്. അതേപോലെ NC മാണി എന്ന് പറയുന്ന ദൈവദാസൻ. അതിൽ ജോയി പാറയ്ക്കൻ പാസ്റ്റർ അദ്ദേഹം തുടർന്നുള്ള ആഴ്ചകളിൽ എൻ്റെ അടുത്ത് മുടങ്ങാതെ വരികയും അവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം എൻ്റെ വീട്ടിൽ ഒരുക്കിയെടുക്കുകയും ചെയ്തു. അവിടെ ഒരു ചെറിയ ഐക്യ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥന തുടങ്ങുവാനായിട്ട് സാഹചര്യം ഒരുക്കി. എൻ്റെ വീട്ടിൽ തന്നെ അത് പ്രാർത്ഥന നടത്താൻ ഒരു കാരണമുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ നല്ല മദ്യപാനിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം കുടിച്ച് അദ്ദേഹത്തിൻ്റെ കുടലൊക്കെ പോയി. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു, അതിൽ സക്സസ് ആയില്ല. രണ്ടാമതും ഓപ്പറേഷൻ ചെയ്തു, ചെറുകുടൽ മുഴുവൻ മുറിച്ച് കളഞ്ഞു. അതിന് വിജയിക്കാതായപ്പോൾ എൻ്റെ അപ്പനെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആകെ വളരെ വല്ലാത്ത ഒരു സാഹചര്യം കൂടി ആയിരുന്നതുകൊണ്ട് എൻ്റെ അപ്പനും കൂടെ ദൈവവചനം കേൾക്കാനുള്ള സാഹചര്യം അവിടെ വെച്ച് ഉണ്ടായി. ഈ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഒരുങ്ങിയിരുന്ന സമയത്താണ് ഈ ദേവദാസന്മാർ വരുന്നത്. അതെ, ആ കാലഘട്ടത്തിൽ എൻ്റെ അപ്പനും സുഖമില്ലാത്തൊരു കാലഘട്ടം കൂടെ ആയിരുന്നു. 95 കാലഘട്ടങ്ങളിൽ 95 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ ദൈവദാസൻ അവിടെ വന്നു തുടങ്ങിയത്. ആ രക്ഷിക്കപ്പെട്ട അനുഭവം കൂടെ 1-2 വാക്കുകളിൽ പറയാമോ? രക്ഷിക്കപ്പെട്ടപ്പോൾ വചനം കേട്ടപ്പോൾ ഉണ്ടായ മാറ്റം, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ശക്തമായിട്ട് ഞാനൊരു പാപിയാണെന്ന് സംസാരിക്കുകയും ചെയ്തു. ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒത്തിരി പൊട്ടിക്കരഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ആ പാപ സ്വഭാവങ്ങളെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അത് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷകനും നാഥനുമായിട്ട് ഞാൻ അന്ന് സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷമുള്ള ദിവസങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ, ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടെങ്കിലും മനസ്സിന് വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു, സമാധാനത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. വീട്ടിൽ സമാധാനമുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹത്തോടെ ഹല്ലേലൂയ പെരുമാറുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. എൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ദൈവം സഹായിച്ചു. ആ കടബാധ്യതകൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഭാരമില്ലാതെ എനിക്ക് നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ആ യാഥാർത്ഥ്യത്തിൻ്റെ നടുവിൽ അത്ഭുത വെളിച്ചമായ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗം എന്ന നിലയിലേക്കൊരു അത്ഭുതകരമായ മാറ്റം ജീവിതത്തിന് പ്രിയ ദൈവദാസന് സംഭവിച്ചു.
സാഹചര്യങ്ങൾ, റിയാലിറ്റി, ആ റിയാലിറ്റിയായി നിൽക്കുമ്പോൾ തന്നെ അതിന് മീതെ ഒരു സത്യമുണ്ട്. യാഥാർത്ഥ്യങ്ങൾക്ക് മീതെ വെളിപ്പെടുന്ന ഒരു സത്യം. ഈ സത്യം നാം അറിഞ്ഞാൽ സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ഈ നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിൽ നിന്ന് അത് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത കണ്ണാണ്. എന്നാൽ തന്റെ ഹൃദയത്തിൽ നിന്ന് അന്ധകാരം മാറി ഒരു കണ്ണ് അന്ധകാരമായി ഇരുണ്ടിരിക്കുമ്പോഴും യഥാർത്ഥമായ ഒരു വെളിച്ചം തന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും യേശു തന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ വലിയ ധനമായി മാറുകയും നഷ്ടപ്പെട്ടത് ഒന്നിനെ കുറിച്ച് നിരാശപ്പെടാതെ ജീവന്റെ പ്രത്യാശ തന്റെ ഉള്ളിൽ നൽകുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഈ നഷ്ടങ്ങളുടെ നടുവിൽ നിലനിൽക്കുന്ന ഒരു സത്യമുണ്ട്. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. ആ യേശു എന്ന സത്യത്തെ നാം അംഗീകരിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യത്തിന് മീതെ ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ജീവിതത്തിന്റെ ഇരുളടഞ്ഞ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ സത്യവെളിച്ചമായ അവനെ അനുഗമിച്ച് സമാധാനവും സന്തോഷവും സംതൃപ്തിയും പ്രാപിക്കുവാനായിട്ട് നമുക്കിടയായി തീരും. ദൈവത്തിന്റെ ദാസൻ സാജന്റെ അനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നല്ലോ. അന്ധകാര നിമിടമായ ഒരു ജീവിതത്തിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് സുവിശേഷം തന്റെ ജീവിതത്തെ മാറ്റുവാനിടയായി തീർന്നു. തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് തുടർന്നും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ യേശു ശക്തനാണ്. പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. എൻ ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. എൻ ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ പുതുജീവനായി പ്രത്യാശയായി നീ വന്നു.